ലോകാവസാനത്തിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. കുറേ അത് വന്നു കഴിഞ്ഞു, കുറേ ഇനി വരാനുണ്ട്. അപ്പൊ ഇവിടെ ജനങ്ങളുടെ മേൽ ഒരു വാക്ക് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇനി ഇവരിൽ പുനരുത്ഥാനം അതുപോലെ തന്നെ അന്ത്യനാൾ സംഭവിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവരൊന്നും ഇനി ആരും വിശ്വസിക്കൂല. അതാണ് അൽ ഖൗൽ. അൽ ഖൗൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും ജനങ്ങൾ മുഴുവനും ആഖിറുസ്സമാനിൽ ഫസാദായി തീരുകയും ചെയ്യുന്ന ഘട്ടത്തിൽ, അള്ളാഹുവിൻ്റെ സത്യദീനിനെ അവർ മാറ്റിമറിക്കുന്ന ഘട്ടത്തിലാണ് അഖ്റജ്നാ ലഹും, അവർക്ക് നാം പുറപ്പെടുവിച്ചു കൊടുക്കും, അവരിലേക്ക് നാം പുറപ്പെടുവിക്കും ദാബത്തൻ, ഒരു മൃഗത്തെ, മിനൽ അർളി, ഭൂമിയിൽ നിന്ന് പറഞ്ഞുള്ളൂ, എവിടുന്ന് പറഞ്ഞിട്ടില്ല. തഫ്സീർ പറഞ്ഞിടത്ത് പലരും പല വീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖീല മിൻ മക്ക, മക്കയിൽ നിന്നാവും അതിന്റെ പുറപ്പാട് എന്ന് പറഞ്ഞവരുണ്ട്. ഖീല മിൻ ഗൈരിഹാ, അതല്ല മറ്റേതോ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായിരുന്നാലും സ്വഹീഹായ ഹദീസുകളിൽ ഒന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാൻ നിവൃത്തിയില്ല. അല്ലാഹ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഭൂമിയിൽ നിന്ന് ഒരു മൃഗം പുറപ്പെടുവിക്കപ്പെടും. നമ്മൾ പണ്ടേ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ദാബത്തുൽ അർള് അല്ലേ? അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ നമ്മൾ പഠിച്ചതാണെന്ന് ദജ്ജാൽ പുറപ്പെടും, ദാബത്തുൽ അർള് വരും, ഒരു മൃഗം വരും. പിന്നെ അതിനൊക്കെ അതിൻ്റെ രൂപവും അതിൻ്റെ ചേലും അതിൻ്റെ കോലൊക്കെ പലതും ഇങ്ങനെ ഊഹിച്ചു പലതും പറഞ്ഞിട്ടുണ്ട്. ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. ചില ആളുകൾ പറഞ്ഞു അതിൻ്റെ തല കാളയുടെ രൂപത്തിലാണ്, കണ്ണ് പന്നിക്കണ്ണാണ്, ചെവി ആനച്ചെവിയാണ്, കൊമ്പ് മറ്റേ മാനിൻ്റെ കൊമ്പാണ്, ഇതിൻ്റെ കഴുത്ത് ഒട്ടകപ്പക്ഷിയുടെ കഴുത്താണ്, പിന്നെ നെഞ്ച് പിന്നെ സദറു അസദിൻ, സിംഹത്തിൻ്റെ നെഞ്ചാണ്, പിന്നെ അതിൻ്റെ കളറ് ലൗനു നമിരിൻ, പുള്ളിപ്പുലിയുടെ കളറാണ്, പിന്നെ പൂച്ചൻ്റെ വാല് പോലെയാണ്. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഇസ്രായേലിയാത്തുകളും ഓരോ അഭിപ്രായങ്ങളും ഓരോ മുഫസ്സിരീങ്ങളും എടുത്തു പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത് തികച്ചും ഗൈബിയായ ഒരു അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മളെങ്ങനെ ഊഹിച്ചു പറയാം? ഇത് അള്ളാഹ് പറയണം, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ വഴി കിട്ടുന്ന റസൂലുള്ള പറയണം. രണ്ടുമില്ല. അതുകൊണ്ട് ഇത് എവിടുന്നാ വരുന്നത്, എന്താ അതിൻ്റെ രൂപം ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ ദാബത്തുൽ അർള് എന്നൊക്കെ നമ്മൾ അറബിക്കിലൊക്കെ ടെക്സ്റ്റാണ്ട് അടിച്ച് ഗൂഗിളിലാണ് സെർച്ചിന് കൊടുത്താൽ ഒരുപാട് കോലത്തിലുള്ള മൃഗങ്ങൾ തരും നമുക്ക്. അതൊന്നും കണ്ടിട്ട് ആരും ഞെട്ടണ്ട, ഇതാ ദാബത്തുൽ അർള്. അപ്പോൾ അതൊക്കെ ആളുകൾ ഊഹിച്ചു പറയുന്നതാണ്. പല കോലത്തിലുള്ള മൃഗങ്ങളെയൊക്കെ കണ്ടാൽ ഭീതി തോന്നിക്കുന്ന പല വിധത്തിലുള്ള സാധനങ്ങളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും, നമ്മളെ മുമ്പിലേക്ക് മറിച്ച് തള്ളിയിട്ട് തരും. ഒന്നുമല്ല, അതൊക്കെ ആളുകൾ ഇങ്ങനെ ഊഹിക്കുകയാണ്. എന്താണ് ആ മൃഗം എന്നുള്ളത് നമുക്ക് ഇതോട് ചോദിച്ചാൽ ഇത്രേ പറയാൻ പറ്റുള്ളൂ, അല്ലാഹു അഅലം. പക്ഷെ ഒന്നുറപ്പാണ്, അത് വരും, ഒരു മൃഗം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഖ്റജ്നാ ലഹും ദാബത്തൻ, ആ മൃഗം വന്നിട്ട് മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു മൃഗം പുറപ്പെടും. തുകല്ലിമുഹും, ആ മൃഗം അവരോട് സംസാരിക്കുന്നതാണ്. അതും അന്നത്തെ ഒരു പ്രത്യേകതയായിരിക്കും. മൃഗം സംസാരിക്കേ, ആ മൃഗം സംസാരിക്കും. അപ്പൊ അന്ത്യനാളിൽ മാത്രമല്ലല്ലോ, മൃഗത്തിന്റെ സംസാരവും പക്ഷികളുടെ സംസാരവും ഉറുമ്പിന്റെ സംസാരവും ഒക്കെ കേട്ട അധ്യായമാണല്ലോ ഇപ്പത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പേ കാലത്ത് നംലത്തുൻ എന്നല്ലേ പറഞ്ഞത്. ഒരു ഉറുമ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉറുമ്പ് സംസാരിച്ചു. ആരാ കേട്ട്? സുലൈമാൻ നബി കേട്ടു, സുലൈമാൻ നബി അലൈഹി സ്വലാം കേട്ടു. അതേമാതിരി യാ യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉല്ലിംനാ മന്തിഖ ത്വയ്രി, നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു മന്തിഖ ത്വയ്രി, പക്ഷിയുടെ മന്തിഖ്, പക്ഷിയുടെ സംസാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേട്ടു. ഇനിയിപ്പോൾ അന്ത്യനാളാകുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന തെമ്മാടികളൊക്കെ കേൾക്കുന്ന ഒരു വർത്താനാണ് ഇപ്പം ഈ മൃഗം പറയുക. മൃഗം സംസാരിക്കും, ഈ ലോകത്തുനിന്ന് സംസാരിക്കും, ആ സംസാരം മനുഷ്യർ കേൾക്കും. നാളെ പരലോകത്ത് ഇതിനേക്കാണ് അത്ഭുതമുള്ള കാര്യമില്ല നടക്കാൻ പോകുന്നത്. മൃഗപ്പം ഒരു ജീവിയാണെന്ന് കരുതാം. നമ്മളെ കൈ സംസാരിക്കൂലേ? സൂറത്ത് യാസീനിൽ നമ്മളതല്ലേ വരാണ് ചെയ്യുന്നത്. യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ, കണ്ടോ അതേ പ്രയോഗം, വതുകല്ലിമുഹും അവിടെ പറ, മൃഗം അവരോട് സംസാരിക്കും. അവിടെ പറഞ്ഞാൽ എന്താ? വതുകല്ലിമുനാ, നമ്മോട് സംസാരിക്കുന്നതാണ്. വതുകല്ലിമുനാ ഐദീഹിം, അല്ലാഹു പറയുന്നു അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കും. വഅർജുലഹും, അതുപോലെ തന്നെ അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്.
കൈകാലുകൾ സംസാരിക്കുക, മനുഷ്യന്റെ സ്കിന്ന്, തൊലി സംസാരിക്കും. വഖാലൂ ലിജുലൂദിഹിം, അവർ തങ്ങളുടെ സ്കിന്നിനോട്, തൊലികളോട് ചോദിക്കും, ലിമ ശഹിത്തും അലൈന, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ കോടതിയിൽ സാക്ഷി പറയുന്നത്? ആരാ അങ്ങക്ക് ഇത് സംസാരിക്കാനുള്ള കഴിവുന്നത്? അപ്പൊ തൊലി ഉഷാറായിട്ട് നമ്മളോട് പറയും, അൻതഖനല്ലാഹ് അല്ലദീ അൻതഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും സംസാരിക്കാൻ കഴിവ് കൊടുത്തവൻ ആരോ അവൻ തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. ഇന്നിപ്പോ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന, കെട്ടി വെരിഞ്ഞ് മുറുകി കിടക്കുന്ന ഈ തൊലിയുണ്ടല്ലോ, ഇത് വർത്താനം പറയുമെന്ന് പരലോകത്തത് കാണാൻ പോകുന്ന കാര്യമാണ്. നമ്മുടെ അളമ്, ബോൺ സംസാരിക്കും, എല്ല്, നമ്മുടെ ലഹ്മ് സംസാരിക്കും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ അത് എന്ത് സംസാരിക്കുന്നു? ഇത്രയേ ഉള്ളൂ. അത്ഭുതങ്ങൾ ലോകത്ത് എന്തു സംഭവിക്കും? അള്ളാഹ് പറയണം, അള്ളാഹിന്റെ റസൂല് പറയണം, മാമന്നാ വസല്ലംന, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ അംഗീകരിച്ചു.